പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.2ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് 6 വരെയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതായത് ഏരിയ ഓഫ് ട്രപ്പേസിയം, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ഏരിയ ഓഫ് പോളിഗൺ, ഇത്രയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ എക്സസൈസ് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഷേപ്പ് ഓഫ് ദി ടോപ്പ് സർഫസ് ഓഫ് എ ടേബിൾ ഈസ് എ ട്രപ്പേസിയം. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇഫ് ഇറ്റ്സ് parallel sides are 1 meter and 1.2 meter and perpendicular distance between them is 0.8 meter. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ടേബിളിൻ്റെ ടോപ്പ് സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രപ്പേസിയത്തിൻ്റെ ഷേപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ പാരലൽ സൈഡ്സ് 1 മീറ്ററും 1.2 മീറ്ററുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പാരലൽ സൈഡ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതായത് ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ട്രപ്പേസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ്? ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഡിവൈഡഡ് ബൈ 2, അതാണ് ട്രപ്പേസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഏരിയ ഓഫ് ട്രപ്പേസിയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏരിയ ഓഫ് ദി ടോപ്പ് സർഫസ് ഓഫ് ദി ടേബിൾ എന്ന് എഴുതാം കേട്ടോ. ഈസ് ഈക്വൽ ടു എന്താണ്? ഹൈറ്റ് ഇൻറ്റു, ഞാൻ ഇത് എയും ബിയും ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. പാരലൽ സൈഡ്സിനെ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി എന്ന് എടുക്കുകയാണ്. അപ്പം സം ഓഫ് പാരലൽ സൈഡ്സ്, അതായത് എ പ്ലസ് ബി ബൈ 2. ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്, അതേപോലെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് മൂന്നും ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എച്ച് ഈസ് 0.8 ഇൻറ്റു എ ഈസ് 1 പ്ലസ് B is 1.2 by 2 is equal to 0.8 into ഇതെന്ത് വരും? 1 plus 1.2 is 2.2 by 2 is equal to 0.8 into ഇതെന്ത് വരും? 2.2ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ ഈ പോയിന്റ് മാറ്റിയാൽ 22 ആകും. 22 by 2 is 11. അപ്പോൾ നമുക്ക് 11 എഴുതാം. ഇവിടെ ഡെസിമൽ പോയിന്റിന് മുമ്പ് ഒരു പ്ലേസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലേസ് മാറി നമ്മളിവിടെ പോയിന്റ് ഇടുന്നു. അപ്പോൾ എന്തായി? 0.8 ഇൻറ്റു 1.1 എന്നായി. 1.1 എന്നായി. 0.8 ഇൻറ്റു 1.1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11 ഇൻറ്റു 8 ചെയ്യണം. എത്രയാണ്? 88. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസസ് ഉണ്ട്? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പ്ലേസസ് മാറ്റി പോയിന്റ് ഇടുന്നു. അപ്പോൾ എന്തായി? 0.88, 0.88 മീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. എത്ര പോയിന്റ് ഉണ്ടെന്നൊക്കെ നോക്കി വേണം നിങ്ങൾ ഇവിടെ പോയിന്റ് ഇടാനായിട്ട് കേട്ടോ. Second question, the area of a trapezium is 34 cm square and the length of one of the parallel side is 10 cm and its height is 4 cm. Find the length of the other parallel side. അപ്പോൾ ഇവിടെ നമുക്ക് ട്രപ്പേസിയത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഒരു പാരലൽ സൈഡിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അടുത്ത പാരലൽ സൈഡിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഏരിയ ഓഫ് ട്രപ്പേസിയം ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എച്ച് ഇൻറ്റു, അതായത് ഹൈറ്റ് ഇൻറ്റു എ പ്ലസ് ബി ബൈ 2, സം ഓഫ് പാരലൽ സൈഡ്സ് ബൈ 2. ഇനി നോക്കി, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ മെഷർമെൻറ്റുകളെല്ലാം നമുക്ക് ഈ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഏരിയ ഓഫ് എ ട്രപ്പേസിയം 34 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാം. ഏരിയ ഓഫ് ട്രപ്പേസിയം 34 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഇക്വൽ ടു എച്ച്, ഹൈറ്റ് ആണല്ലേ. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ഇൻറ്റു
ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, പാരലൽ സൈഡിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എ ആയിട്ട് എടുക്കാം. 10 പ്ലസ് രണ്ടാമത്തെ സൈഡ് നമുക്കറിയില്ല, അതിനെ നമ്മൾ ബി എന്നിടുന്നു. ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് 4ഉം 2ഉം കൂടെ കട്ട് ചെയ്യാം. ഇവിടെ എന്തായി? 2 ആയി. ഇതിനെ നമുക്ക് ഒന്നുകൂടെ എഴുതിയാൽ എങ്ങനെ വരും? 34 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 പ്ലസ് ബി. ഇനി നമ്മൾ ഈ 2വിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ LHSൽ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തായി? 34/2. ഇവിടെ 2 ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. ഇത് LHSൽ വന്നപ്പോൾ എന്തായി? ഡിവിഷനായി. ഈസ് ഈക്വൽ ടു ബാക്കി ഇവിടെ എന്തുണ്ട്? 10 പ്ലസ് ബി. 34 ഡിവൈഡഡ് ബൈ 2 ഈസ് 17. 17 ഈസ് ഈക്വൽ ടു 10 പ്ലസ് ബി. ഇനി ബി എന്തായി? ഇതിനെ നമുക്ക് ഒന്നുകൂടെ തിരിച്ചെഴുതാമേ. 10 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 17 എന്ന് എഴുതാമേ. ഇതിൽ നിന്ന് ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 17. ഈ 10 RHSൽ പോകുമ്പം -10 ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ദ ലെങ്ത് ഓഫ് അനദർ പാരലൽ സൈഡ് ഈസ് 7 സെൻറ്റിമീറ്റർ. ഹെൻസ് the length of another parallel side is 7 centimeter. Third question, length of the fence of a trapezium shaped field ABCD is 120 meter if BC is equal to 48 meter. അപ്പം ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ BC എന്ന് പറയുന്നത് 48 മീറ്റർ ആണ്. CD is equal to 17 meter. This is 17 meter. AD is equal to 40 meter. Find the area of this field. Side AB is perpendicular to the parallel sides AD and BC. അപ്പോൾ സൈഡ് എ ബി എന്ന് പറയുന്നത് എ ഡിക്കും ബി സിക്കും എന്താണ്? പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ട്രപ്പേസിയം ഷേപ്പ് ഫീൽഡിൻ്റെ ഫെൻസിൻ്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 120 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രപ്പേസിയം ഷേപ്ഡ് ഫീൽഡിൻ്റെ ഫെൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇതിന് ചുറ്റുമുള്ളതാണ് ഫെൻസ് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? ഈ ഫീൽഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഫെൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് എന്താണ്? 120 മീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഹൈറ്റ് വേണം. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഈ പെർപെൻഡിക്കുലർ എ ബി ആണ്. ഇപ്പോൾ എ ബിയുടെ ലെങ്ത് നമുക്കറിയില്ല. എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെരിമീറ്ററിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 120 മീറ്റർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ആണ് പെരിമീറ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഈസ് ഈക്വൽ ടു 120 മീറ്റർ. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻ്റ് എല്ലാം അപ്ലൈ ചെയ്യുന്നു. എ ബി നമുക്കറിയില്ല. അപ്പോൾ എ ബി നമ്മൾ അതേപോലെ എഴുതി. ബി സി ഈസ് 48 പ്ലസ് സി ഡി ഈസ് 17 പ്ലസ് ഡി എ ഈസ് 40 ഈസ് ഈക്വൽ ടു 120. ഇതിൽ നിന്ന് എന്ത് വരും? എ ബി പ്ലസ് 48 പ്ലസ് 40 ഈസ് 88. 98 പ്ലസ് 7 ഈസ് 105. എ ബി പ്ലസ് 105 ഈസ് ഈക്വൽ ടു 120. ഇതിൽ നിന്ന് എ ബി നമുക്ക് എന്ത് കിട്ടും? എ ബി ഈസ് ഈക്വൽ ടു 120 മൈനസ് 105. അപ്പോൾ എ ബി എന്ത് വരും? എ ബി ഈസ് ഈക്വൽ ടു 15 മീറ്റർ. എ ബി നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടി അല്ലേ. ഇത് നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. ഏരിയ ഓഫ് ദി ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഹൈറ്റ് ഇൻറ്റു എ പ്ലസ് ബി ബൈ 2. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 15 ഇൻറ്റു എ ഈസ് 40 പ്ലസ് ബി ഈസ്
48. ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ് അല്ലേ? എ ഡിയും ബി സിയുമാണ് പാരലൽ സൈഡ്സ്. അപ്പോൾ ഇതിൻ്റെ സം ഡിവൈഡഡ് ബൈ 2 is equal to 15 into 88 divided by 2. ഇത് നമ്മൾ കട്ട് ചെയ്താൽ 44 എന്ന് വരും. അപ്പോൾ 44 into 15 20 plus 2 22 4 4 0 6 6 എന്ത് വന്നു? 660 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ട്രപ്പേസിയം ഷേപ്പ് ഫീൽഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 660 മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ പെരിമീറ്ററിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ? Fourth question, the diagonal of a quadrilateral shaped field is 24 meter and the perpendiculars dropped on it from the remaining opposite vertices are 8 meter and 13 meter. ഇപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ക്വാഡ്രിലേറ്ററൽ ആണ് അല്ലേ? ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ ഡയഗണലാണ് ഇത്. ഈ ഡയഗണൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 24 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്ഡ് ഓൺ ഇറ്റ് ഫ്രം ദ റിമൈനിങ് ഓപ്പോസിറ്റ് വെർട്ടിസസ്. അതായത് ഈ വെർട്ടിസസിൽ നിന്ന് ഈ ഡയഗണലിലേക്ക് വന്നിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 8 മീറ്ററും 13 മീറ്ററും. ഈ ഫീൽഡിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജനറൽ ക്വാഡ്രിലേറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. ഏരിയ ഓഫ് ദി ഫീൽഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. ഹാഫ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയഗണൽ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഇൻറ്റു H1 പ്ലസ് H2. H1 H2 എന്തായിരുന്നു? ഈ ഹൈറ്റാണ് H1, ഈ ഹൈറ്റ് H2. ഇനി നമുക്കിവിടെ വാല്യൂസ് എല്ലാം അറിയാം. ഇത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ഡയഗണൽ 24 ഇൻറ്റു H1 ഈസ് 13 പ്ലസ് H2 ഈസ് 8 is equal to 1/2 into 24 into 13 plus 8 is 21. ഇവിടെ 2ഉം 24ഉം കൂടെ കട്ട് ചെയ്താൽ 12 ആയി. അപ്പോൾ 21 into 12 2 4 1 2 എന്ത് വന്നു? 252 മീറ്റർ സ്ക്വയർ. Fifth question, the diagonals of a rhombus are 7.5 cm and 12 cm. Find its area. അപ്പോൾ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഹാഫ് D1 ഇൻറ്റു D2. D1ഉം D2ഉം എന്തായിരുന്നു? ഡയഗണൽസിൻ്റെ ലെങ്ത് ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പിക്ചർ ഇങ്ങോട്ടൊന്ന് വരച്ച് നോക്കാം. ഇതൊരു റോംബസ് ആണ്. ഡയഗണൽസ് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് 7.5 സെൻറ്റിമീറ്റർ, ഇത് 12 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ദി റോംബസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 is equal to half into D1 is 7.5 into D2 is 12. ഇവിടെ നമുക്ക് 2ഉം 12ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? 6 എന്ന് വന്നു. ഇനി 7.5 into 6 33 42 plus 3 45. അപ്പോൾ നമുക്ക് 450 എന്ന് കിട്ടി. ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായി? 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് റോംബസ് ഈസ് 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. Sixth question, find the area of a rhombus whose side is 6 centimeter and whose altitude is 4 centimeter. If one of its diagonals is 8 centimeter long, find the length of the other diagonal. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഒരു റോംബസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഹൂസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ പിക്ചർ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഒരു ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഡയഗണൽ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് റോംബസും കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് റോംബസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ½ × d1 × d2 ആണ് അല്ലേ. ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്നൊരു ഇക്വേഷനും ഇതിനുണ്ട് കേട്ടോ. ഏരിയ ഓഫ് ദി റോംബസ് ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ഈ ഒരു ഇക്വേഷനുമുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ബേസും തന്നിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡും. സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. സൈഡ് എല്ലാ സൈഡും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബേസും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഈസ് 4 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പം നമുക്ക് ഏരിയ ഓഫ് റോംബസ് കിട്ടി അല്ലേ. ഈ രണ്ട് മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ റോംബസിൻ്റെ ഏരിയ കിട്ടി. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്നൊരു ഇക്വേഷനും കൂടെ ഇതിനുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ½ × d1 × d2. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ½ × 8 × d2. ഇവിടെ ഏരിയ ഓഫ് റോംബസ് നമുക്കറിയാം 24. ഇനി നോക്കി, ഇവിടെ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്താൽ 4 ആവും. ഇനി d2 എന്ന് പറയുന്നത് എന്തായി? അപ്പം d2 ഈസ് ഈക്വൽ ടു ഈ 24 ഇവിടെയുണ്ട്. 4 d2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് അടുത്ത ഇപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ 24/4 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പം അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് എന്താണ്? 6 സെൻറ്റിമീറ്റർ. ഹെൻസ് ദ ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ ഈസ് 6 സെൻറ്റിമീറ്റർ. ഇന്ന് നമുക്ക് ഈ 6 ക്വസ്റ്റ്യൻസ് മതി. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.